പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനാരാ? ഈ നാട്ടുകാർ മുഴുവനും പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ ഭാര്യയുടെ കൂടെ, തന്റെ മക്കളുടെ കൂടെ, തന്റെ ഭർത്താവിന്റെ കൂടെ, തന്റെ മാതാപിതാക്കളുടെ കൂടെ എല്ലാവരും വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് പുതപ്പിന്റെ അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യ വയദ്ഖുലൂനൽ ജന്ന, നീയാണ് പടച്ചുറപ്പിന്റെ പരലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനെന്ന ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ ആരാ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ടും സാധിക്കുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കഴിയോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കടന്നിറങ്ങുന്ന സമയത്ത് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോ 4 പേര് കാണുമല്ലോ. നീ അതാ നിസ്കാര തടമ്പുള്ളവനാണോ? നീ 5 നേരം നിസ്കരിക്കുന്നവനാണോ? ജനങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതെങ്കിലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ലോ, മക്കൾ അറിയണമെന്നില്ലോ. പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ട്. റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. 2 വിഭാഗത്തിന്റെ തലയുണ്ടല്ലോ. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും തലതാത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന 2 വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗമാരെന്നറിയുവോ? ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലൽ സ്വലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാരുണ്ടല്ലോ. നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല, വലിയ സ്ഥാനം നൽകണമെന്നില്ല. പക്ഷേ അല്ലാഹു നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ